ഹലോ, ഇന്ന് നമുക്ക് പൈനാപ്പിൾ വെച്ചിട്ട് ഒരു പച്ചടി ഉണ്ടാക്കാം കേട്ടോ. പൈനാപ്പിൾ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ വെക്കണം. അരിഞ്ഞിട്ട് ഒരു ചെറിയ പാത്രം എടുക്കുക. നമുക്ക് ആവശ്യത്തിന് പൈനാപ്പിൾ എടുക്കണം. ഞാനിവിടെ പകുതി പൈനാപ്പിൾ എടുത്തേക്കുന്നത്. നമുക്ക് വേണ്ടിയ അളവിൽ പൈനാപ്പിൾ എടുത്തതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ഒരു 1/4 ഗ്ലാസ് വെള്ളം നമുക്ക് കറിയുടെ നീട്ടണോ കുറുക്കണോ എന്നൊക്കെ അത് ഉദ്ദേശിച്ച് ചേർക്കുക. കുറച്ച് വെള്ളം മതി. ഞാനിവിടെ 1/4 ഗ്ലാസ് വെള്ളം എടുത്ത് എന്നിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് വേവിച്ചെടുക്കണം. നമ്മുടെ ഈ ഏരിയയിൽ പൈനാപ്പിളിൻ്റെ തോട്ടം ഉള്ളത് കൊണ്ട് നമുക്ക് പൈനാപ്പിളൊക്കെ കിട്ടും കേട്ടോ. അവിടെ അവർ വിളവെടുക്കുമ്പോൾ നമുക്ക് കൊണ്ട് തരും. അപ്പം അങ്ങനെ നമുക്ക് ഇവിടെ പൈനാപ്പിൾ ജ്യൂസ് അടിച്ചും അല്ലാതെ മുറിച്ചും കഴിച്ചും ഒക്കെ ബോറടിച്ച്. അപ്പോൾ ഞാൻ ഓർത്തെന്നാൽ പച്ചടി വെക്കാമെന്ന്. അങ്ങനെ പച്ചടി വെക്കുകയാണേ. ഏകദേശം വെള്ളം കിടന്ന് പൈനാപ്പിൾ തിളച്ച് നമുക്ക് ഇച്ചിരി വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കാം. ഇത് സാധാരണ വെക്കുന്ന പോലെയല്ല, നമ്മൾ മിക്സിയിലിട്ട് അരച്ചിട്ട് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. സാധാരണ ജാഗരി യൂസ് ചെയ്ത് വെക്കും. അത് മധുരം ഉണ്ടാകും. എനിക്ക് മധുരം വലിയ ഇഷ്ടമല്ല. അപ്പം എന്നെപ്പോലെ മധുരം അധികം ഇഷ്ടമല്ലാത്തവർക്ക് ഈ രീതി വെച്ചാൽ മതി. അതിന് വേണ്ടിയിട്ട് തേങ്ങയും ഇച്ചിരിയും ജീരകം മതി, പിന്നെ ഒരു പച്ചമുളക്, പിന്നൊരു നമ്മളൊരു വെളുത്തുള്ളി എടുക്കുന്നുണ്ട്, പിന്നൊരു ചുവന്നുള്ളിയും. ഇത് ഇത്രയും നമ്മൾ അതിൻ്റെ കൂടെ നമ്മുടെ വേവിച്ച് വെച്ചിരുന്ന തണുക്കാൻ വെച്ചിരുന്ന പൈനാപ്പിളും കൂടെ ചേർത്ത് അടിക്കണം. അതിന് ചേർക്കാൻ നമുക്ക് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. വീട്ടിൽ ഉറയൊഴിച്ച തൈരാണ്. പിന്നെ വഴറ്റാൻ വേണ്ടിയിട്ട് കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഇതെല്ലാം അരിഞ്ഞു വെച്ചതും ഇതിനകത്ത് ഈ തേങ്ങയ്ക്കകത്ത് നമ്മൾ പൈനാപ്പിളും കൂടിയിട്ട് അടിച്ചു വെച്ചു. പിന്നെ ഒരു പാത്രം എടുത്ത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ശകലം കടുക് മതി കേട്ടോ. ഒത്തിരി കടുക് ഇതിനകത്ത് ഇടണ്ട. ശകലം കടുക് എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മുടെ കൊച്ചുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞതും ഇഞ്ചിയും പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതെല്ലാം കൂടെ വഴറ്റണം. ഇത് സാധാരണ നമ്മൾ അരപ്പ് ചേർത്ത് ചൂടാക്കിയിട്ട് പിന്നെ കടുക് പൊട്ടിച്ചൊഴിക്കുന്നത്. പക്ഷേ ഇതിന് നമ്മൾ ആദ്യമേ ഇത് കടുക് പൊട്ടിച്ച് വഴറ്റിയതിന് ശേഷം ഇതിലോട്ടായിരിക്കും നമ്മുടെ അരപ്പ് ചേർക്കുന്നത്. അപ്പം ഇച്ചിരിയും എരിയൊക്കെ ഇഷ്ടമുള്ളവർക്ക്, മധുരം വലിയ ഇഷ്ടമല്ല, മധുരക്കറി വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തോ എടുക്കാം, കുറച്ച് മുളക് പൊടി ഈ മിക്സിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം. അപ്പം നമുക്കധികം മധുരം ഇങ്ങനെ മുമ്പിൽ മധുരം നിൽക്കത്തില്ല. എന്നാലും കാണും. ഭയങ്കര സ്വീറ്റായിട്ടുള്ളൊരു കറിയല്ല. കുറച്ച് ഇച്ചിരി ഈ ഒരു തുള്ളി മധുരം വരത്തേ ഉള്ളൂ. ബാക്കി നമ്മുടെ അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അരച്ച അരപ്പോടിട്ട് നല്ലതുപോലെ അത് മിക്സ് ചെയ്ത് അതിനകത്തെല്ലാം ഉപ്പും എരിയും ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തോ എടുക്കാം, കുറച്ചുകൂടെ ഉപ്പിടാം. ഞാൻ ഇട്ടിട്ടുണ്ട്, വീഡിയോയ്ക്കകത്ത് കാണിച്ചിട്ടില്ല. ഉപ്പ് ഞാൻ കുറച്ചേ ആഡ് ചെയ്തുള്ളായിരുന്നു വേവിച്ചപ്പം. അപ്പോൾ എന്നിട്ട് ഒരു ടീസ്പൂൺ കടുക് എടുത്ത് നമ്മൾ ക്രഷ് ചെയ്ത് ആ ചൂടാകുന്നതിനകത്തോട്ട് ഇട്ട് മിക്സ് ചെയ്ത് എടുക്കണം. അപ്പോൾ അങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് നല്ലതുപോലെ അതിനെ ഇളക്കി മിക്സ് ചെയ്യണം. അപ്പോൾ പൈനാപ്പിൾ മധുരമില്ല ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ നല്ല പഴുത്ത പൈനാപ്പിൾ എടുക്കാൻ ശ്രമിക്കരുത്. ഒരു ഏകദേശം മധുരം കുറഞ്ഞ ടൈപ്പ് എടുക്കുമ്പം നന്നായിട്ടിരിക്കും കേട്ടോ. ഇതിച്ചിരി പഴുത്തതാണ്. ഇതിനൊരിച്ചിരി മധുരം ഉണ്ട്. എന്നാലും ഈ മുളക് പൊടിയൊക്കെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് യൂസ് ചെയ്യാം, കുഴപ്പമില്ല. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അത്ര വലിയ മധുരമില്ല. പിന്നെ അതിന് ഓഫ് ചെയ്ത് നമ്മൾ ചൂടായതിനെ തണുക്കാൻ വേണ്ടി ഇറക്കി വെച്ചേക്കുവാണേ. എന്നിട്ട് നമ്മൾ തൈര് ആഡ് ചെയ്യാം. തൈര് നമ്മൾ വീട്ടിൽ ഉറയൊഴിച്ചതാണ്, അതുകൊണ്ട് പുളിയൊക്കെ ഉണ്ട്. അത് നമ്മൾ കുറേശ്ശെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തൈര് പൈനാപ്പിളിൻ്റെ ഇത് മിക്സറിനകത്തോട്ട് ആഡ് ചെയ്ത് പൈനാപ്പിൾ പച്ചടിക്ക് ആക്കി എടുക്കാം. അങ്ങനെ ഞാനെല്ലാം ആഡ് ചെയ്തു, അത് മിക്സ് ചെയ്തു. ഇപ്പോൾ ടേസ്റ്റ് ചെയ്തപ്പം പുളിയും ഉണ്ട്, ചെറിയ ഒരു മധുരവും ഉണ്ട്, അത്യാവശ്യത്തിന് എരിയും ഉണ്ട്. എരിയെന്ന് പറഞ്ഞാൽ വലിയതല്ല, എന്നാലും കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാം. അങ്ങനെ ആയി. ഇതാണ് നമ്മുടെ പൈനാപ്പിൾ പച്ചടി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. പൈനാപ്പിൾ പച്ചടിയും നല്ല എരിയുള്ള മീൻകറിയും കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, ബൈ ബൈ, സീ യു.